സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ധാർഷ്ട്യം. പരാതി നൽകാനെത്തിയ മെമ്പറുടെ മുഖത്തേക്ക് പരാതി വലിച്ചെറിഞ്ഞ് മലയൻകീഴ് SHO. BJP വനിതാ മെമ്പർക്ക് നേരെയാണ് പോലീസിന്റെ ധാർഷ്ട്യ നടപടി. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, എന്താണുണ്ടായത്? കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന്റെ ധിക്കാര നടപടികൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ക്രൂരത. ഇതിപ്പോൾ ഒരു വനിതാ മെമ്പറുടെ മുഖത്തേക്ക് പരാതി വലിച്ചെറിയുകയാണ്. കൃഷ്ണരാജ്, സാമ്പത്തിക ഒരു പരാതി നൽകാൻ, സാമ്പത്തിക പ്രശ്നവും ബന്ധപ്പെട്ട ഒരു പരാതി നൽകാനാണ് ഈ ആശ എന്ന് പറയുന്ന മലയൻകീഴ് സ്വദേശിനി. അവർ വന്നിട്ട് വിളവൂർക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അതുപോലെ തന്നെ വേങ്ങൂർ വനിതാ മെമ്പറും കൂടിയായ ആശയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. എന്നാൽ സ്റ്റേഷനിലെ SHO മുഖത്തേക്ക് ആ പരാതി വലിച്ചെറിയുന്നു. ആ പരാതി പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, ആശ പരാതി എന്താണെന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ആ പരാതി കേട്ട അവരെ കളിയാക്കുകയും ശേഷം ആ പരാതി അവരെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. ഇതിനെതിരെ ആശയും അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകർ, BJP പ്രവർത്തകരടക്കമുള്ളവർ ഈ പോലീസിന്റെ ഈ ധാർഷ്ട്യത്തിനെതിരെ പോലീസ് സ്റ്റേഷൻ മുന്നിൽ തന്നെ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം ചെയ്തിരുന്നു. ഈ സമരം കണ്ടിട്ടുകൂടി പോലീസുകാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ശേഷം രാത്രിയോടുകൂടി, നേരം വൈകിയതോടുകൂടി സ്റ്റേഷന് മുന്നിലെ ലൈറ്റ് വരെ ഓഫ് ചെയ്തതിന് ശേഷവും ഇവർ സമരം തുടരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെ ഒന്ന് മയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ശേഷം ആശയോട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ക്ഷമ ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. പക്ഷേ ക്ഷമ ചോദിച്ചാൽ തീരാവുന്നൊരു കുറ്റമോ ഒരു തെറ്റോ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ജനപ്രതിനിധിയായ ഒരു പ്രവർത്തകയാണ് ആശ. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. ഇന്നലെ പ്രതിഷേധം നടത്തിയപ്പോൾ തന്നെ ആ പ്രതിഷേധക്കാരോട് പോലീസുകാർ കാണിച്ച ഒരു അവഗണന, രാത്രി വൈകിയും ലൈറ്റുകൾ ഓഫ് ചെയ്തതിന് ശേഷം അവരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുകയും ശേഷം പോകാതിരിക്കുന്നത് കണ്ടപ്പോൾ അവർ സമരം മയപ്പെടുത്തില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇത് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഇവർ ഉറപ്പ് നൽകിയത്. എന്നാലും ഈ SHO മാപ്പ് പറഞ്ഞെങ്കിലും ഇത് ഒരു മാപ്പിലോ അല്ലെങ്കിൽ ഈ പരാതി കൊടുക്കുമ്പോൾ ഒരു വനിതാ പ്രവർത്തകയോട് ചെയ്യേണ്ട ഒരു കാര്യമോ അല്ല ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതൊരു പ്രവർത്തകയും, ഏതൊരു സാധാരണ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ, അവരുടെ ഭാഗത്ത് നിന്ന് അവരെ ഇത്രത്തോളം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു പരാതി കേൾക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാനാണ് പോലീസ് സ്റ്റേഷനുകൾ. അതിന് മുന്നിൽ ജനമൈത്രി എന്നൊരു വിശേഷണം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു സ്ത്രീയാണ്, രണ്ടാമത്തേത് ജനപ്രതിനിധിയാണ്. അപ്പോൾ ജനപ്രതിനിധിയായ ഒരു സ്ത്രീക്ക് പോലും ഒരു പരാതിയുമായി എത്താനാകില്ലെങ്കിൽ, അവർ വന്ന് ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയായിരുന്നില്ലല്ലോ. പരാതി കൈമാറുമ്പോൾ അത് വലിച്ചെറിയാൻ മാത്രം സംവിധാനമില്ലായ്മയിലേക്ക് പോലീസ് പോയി എന്നതിൻ്റെ തെളിവാണിത്. സിസ്റ്റത്തിന്റെ പ്രശ്നം. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ പറ്റി നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വീഴ്ച തന്നെയാണ് ഇവിടെ. ഒരു സാധാരണ സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ സാധാരണ സ്ത്രീകൾ അവിടെ പോയാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്തരത്തിലൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായിക്കൊള്ളട്ടെ, ആ ഒരു പരാതി വായിച്ചു കേൾപ്പിക്കുക അല്ലെങ്കിൽ ആ പരാതി വിശദീകരിക്കുക മാത്രമാണ് ആ ഒരു വനിതാ പ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പ്രവർത്തക വായിച്ചു കേൾപ്പിക്കുമ്പോൾ തന്നെ അവരെ കളിയാക്കുന്ന രീതിയിൽ, അവരെ അധിക്ഷേപിക്കുന്ന, വളരെ മോശമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു, തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ജനപ്രതിനിധിയാണ്, അതുപോലെ തന്നെ നിയമപാലകരാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തിരുത്തി അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അവരുടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ജനമൈത്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പോലീസാണ് ഇത്രയും ഒരു സ്ത്രീയെന്ന് നോക്കണ്ട, ഒരു സാധാരണ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു അധിക്ഷേപം എന്ന് നമുക്ക് പറയാം. നിരന്തരമായ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളൊക്കെ തന്നെ മറച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം എത്തിയതിനു ശേഷവും ഒരു സാധാരണ ഒരു വ്യക്തിയോട് പോലും അവർക്ക് മാന്യമായി പെരുമാറാനോ മാന്യമായി സംസാരിക്കാനോ കഴിയുന്നില്ല എന്നൊരു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. യെസ്.